ഹൗ ടു മൾട്ടിപ്ലൈ മണി. അതായത് വന്ന പൈസ ഉണ്ടാക്കിയ പൈസ ഇരട്ടിപ്പിക്കാൻ അറിയില്ല. നമുക്ക് പൈസ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ എന്താ അറിയില്ല, അതിന് നമ്മൾ മാത്രം പണിയെടുത്താൽ പോരാ, നമ്മൾ ഉണ്ടാക്കുന്ന പണത്തെ കൊണ്ട് കൂടി പണിയെടുപ്പിക്കണം. അതിന് ബെറ്റർ ഓപ്ഷനാണ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഇന്ന് കേരളത്തിൽ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ 100 കോടി രൂപ മൊത്തം ഇവിടെ സർക്കാർ വിചാരിച്ചു 100 കോടി രൂപ ഗവൺമെന്റ് നമുക്ക് ചെലവാക്കാൻ തന്നേക്കണം. ഇതില് 89% വരുന്ന എംപ്ലോയീസിന്റെ കയ്യിലുള്ളത് 1 കോടി രൂപയാണ്. ഇതിൽ 10 കോടി രൂപ ബിസിനസ്സുകാരില്ല. ഇതില് 1% ആൾക്കാരെ ഇൻവെസ്റ്റർമാരുടെ കയ്യിൽ 89 കോടി ഉണ്ട്. പൈസ കൂടുതൽ എവിടെ കിടക്കണേ? ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ. അതായത് യൂസഫ് അലിയെ പോലുള്ള അവര് അത്തരം ബിസിനസ്സുകാരുടെ കയ്യിലാണ് എവിടെ ഉള്ളത് പൈസ ഉള്ളത്. ഈ പറഞ്ഞ 100 കോടിയില് 89 കോടി അവിടെ, 10 കോടി ബിസിനസ്സുകാർ, 1 കോടി ആരെയല്ല എംപ്ലോയീസിന്റെ കയ്യിൽ. ഈ എംപ്ലോയീസ് ജോലിക്ക് ഒരു ശമ്പളം കിട്ടും. ഇത് വീണ്ടും എന്ത് ചെയ്യും? പല സാധനങ്ങളൊക്കെ ആയിട്ട് കച്ചവടം ബിസിനസ്സുകാരെ കൊടുക്കും. അവര് ലോൺ എടുത്തിട്ടുണ്ടാവും, അത് ഇൻവെസ്റ്റേഴ്സിന്റെ കൊടുക്കും. ഇങ്ങനെ ചെയ്ത് സംഭവം പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിൽ വ്യത്യാസം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉണ്ടാക്കുന്ന പൈസ സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അതിൽ ഇന്ന് ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ സേഫ് ആയിട്ട് സെക്യൂർ ചെയ്യുമ്പോൾ 2 ഇൻഡസ്ട്രി ഉള്ളൂ. ഏതാണെന്നറിയോ? ഒന്ന് ഗോൾഡ്